യൂട്യൂബ് ഓരോരുത്തർക്ക് കൊടുക്കുന്ന ഓരോ അനുഭവമാണ്. ഇപ്പോൾ എൻ്റെ ചാനൽ ഞാൻ കാണിച്ചു തരാം. ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2013 അന്നൊക്കെ ഏകദേശം വർഷങ്ങളോളം 0 സബ്സ്ക്രൈബേഴ്സായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അത് മാത്രമല്ല, അന്ന് എൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത പല ചാനലും ഉണ്ട്. ഇപ്പം കാർത്തിക് സൂര്യ തൊട്ട് കാർത്തിക് സൂര്യയൊക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു 115 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ള സമയത്ത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ് ആ ചാനൽ. അതിപ്പോൾ ഒന്ന് വലിയ ലോകം മൊത്തം അറിയുന്ന വലിയ ചാനലായി. അങ്ങനെ പലരും നോക്കിക്കഴിഞ്ഞാൽ എടുത്തു നോക്കിയ ഒരുപാട് പേരുണ്ട്. പിന്നെ ഒരു രാത്രി കൊണ്ട് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. ഇപ്പം റൊണാൾഡോ കണക്ക് വലിയ ഫേമസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ അർജുൻ്റെ കണക്ക് പെട്ടെന്ന് സെൻസേഷനായി മാറാൻ കഴിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെ കണക്ക് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചോളം യൂട്യൂബ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയുക, വലിയൊരു മലയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ആ വർഷം എനിക്ക് ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും കിട്ടിയിട്ടില്ലായിരുന്നു. 2013 വരുമ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അത് കഴിഞ്ഞിട്ട് 2015 വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു അവസ്ഥ. 2015 സെപ്റ്റംബറിലാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്നത്. അതെനിക്കൊന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണെന്ന് തോന്നുന്നു, എൻ്റെ റൂംമേറ്റ് ആയിരിക്കണം മാക്സിമം. കാരണം ആ സമയത്തൊക്കെ വീഡിയോസ് ഇടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡിറ്റഡ് അല്ലാത്ത, ഞാൻ ഫോണിൽ എടുക്കുന്ന ചില വീഡിയോസൊക്കെ ചുമ്മാ ജസ്റ്റ് അപ്ലോഡ് ചെയ്യുമായിരുന്നു. അല്ലാതെ യൂട്യൂബറായിട്ടൊന്നുമല്ല. ഇന്നും അങ്ങനെയല്ല, സത്യാവസ്ഥ അതാണ് സത്യം പറഞ്ഞത്. പിന്നെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു സബ്സ്ക്രൈബറിനെ കൊണ്ട് ഞാൻ ഏകദേശം 2018-19 എനിക്ക് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് 2020 ആകുമ്പോഴാണ് ശരിക്കും ഡൽഹിയിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്താണ് ഞാൻ പിന്നും വീഡിയോ ഒക്കെ ഇടുന്നതും. അവിടെ വെച്ചാണ് ഈ നമ്മുടെ ജിയോയുടെയൊക്കെ പ്ലാൻ, അല്ലെങ്കിൽ ആ സമയത്ത് ജിയോ എയർടെലിനൊക്കെ നല്ല പ്ലാൻ വരുന്നത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ പിന്നും മൊബൈലിൽ കൂടെ ഇങ്ങനെ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. അതിനുശേഷം പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് വളർന്നു, ചെറുതായിട്ട് കുറയും, ഒരാൾ കുറയും, ഒരാൾ കൂടും, അങ്ങനെയായിരുന്നു. അതിനുശേഷം എനിക്ക് 2021 ഒക്ടോബർ അപ്പോഴാണ് ഞാൻ ശരിക്കും എന്താ പറയുക, ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറച്ചും കൂടെ കൂടി വരുന്നത്. അപ്പോൾ അതിനുശേഷം ഏകദേശം 2021 ആകുമ്പോൾ കോവിഡിൻ്റെ ഒരു ഫസ്റ്റ് വേവ് കഴിയുന്ന സമയത്തേക്ക് എനിക്ക് 100 പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിനുശേഷം 2022 എനിക്ക് 160-150 കഴിഞ്ഞ് കയറുന്നത്. പിന്നെ ഒരു 500 മൈൽ സ്റ്റോൺ എത്തുന്നത് എനിക്ക് തോന്നുന്നു 2023 അത് കഴിഞ്ഞ് 2020 ഏകദേശം എൻ്റെ എക്സാം കഴിഞ്ഞ്, നീറ്റിൻ്റെ എക്സാം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും യൂട്യൂബിൽ കുറച്ചും കൂടെ ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ആ സമയത്താണ് അത് ആദ്യമായിട്ട് ഇത്തിരിയെങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി വരുന്നത്, ആ ഒരു സമയം. അത് കഴിഞ്ഞ് 23 എനിക്ക് തോന്നുന്നു, എക്സാക്റ്റ് ഡേറ്റ് പറയാനാണെങ്കിൽ ഏകദേശം ഒരു 2024 ഫെബ്രുവരി സമയത്ത്. അപ്പം ഞാൻ ഇവിടെ കേരളത്തിൽ PG കയറി, അതിന് ശേഷമാണ് 1000 സബ്സ്ക്രൈബേഴ്സ് ആവുന്നത്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഒരു തേരോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. പെട്ടെന്ന് ഒരു 10K, ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു 10K എത്തി. ഇപ്പോൾ ഏകദേശം ഒരു 11Kക്ക് അടുത്ത് എത്താൻ പോകുന്നു. അപ്പം എന്നെ സംബന്ധിച്ചോളം ഇത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. കാരണം സാധാരണക്കാരനാണ് നമ്മൾക്കൊക്കെ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമാണ് എനിക്ക്. സന്തോഷം സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇതിനപ്പുറം ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സോ അത്രയേ ഉള്ളൂ പറയാൻ. ജസ്റ്റ് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു നൊസ്റ്റാൾജി തോന്നി. കാരണം ഒരു സമയത്തൊക്കെ ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ എനിക്ക് കിട്ടുമെന്നു, അങ്ങനെയെന്ന്. കാരണം വർഷങ്ങളോളം, എനിക്കൊന്ന് 5-6 വർഷമൊക്കെ ഒരു സബ്സ്ക്രൈബേഴ്സിന് മാത്രമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നും നമ്മൾ എന്ത് പറഞ്ഞാലും യൂട്യൂബിൽ വീഡിയോ വൈറലാവണം, അല്ലെങ്കിൽ ഫെയിം കിട്ടണമെന്ന് വേണ്ടിയാണ് അന്നൊക്കെ ചെയ്തത്. പിന്നീട് അതിനോടുള്ള അത്തരത്തിലുള്ളൊരു ഇത് മാറി. പിന്നീട് എൻ്റെ വീഡിയോസ് സേവ് ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ സ്റ്റോറേജ് സ്പേസ് ആയിരുന്നു എനിക്ക് യൂട്യൂബ് എന്ന് പറയുന്നത്. ഇപ്പോഴും സ്റ്റോറേജ് സ്പേസ് ആയിട്ടാണ് ഞാൻ ശരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്പ് ആവുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നന്ദിയുണ്ട് എല്ലാവർക്കും. ഏകദേശം 11,000 കടക്കുകയാണ്. കൂടെ നിന്ന് എല്ലാവർക്കും വലിയൊരു നന്ദി പറയും. താങ്ക് യു.